കഴിഞ്ഞ ഫെബ്രുവരി 26-നായിരുന്നു റബ്ബർ ഇറക്കുമതി തീരുവ 20 രൂപയിൽ നിന്ന് 34 രൂപയാക്കാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചത്. എന്നാൽ 6 മാസമായിട്ടും ധനമന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ 1,69,921 ടൺ റബ്ബറാണ് ഇറക്കുമതി ചെയ്തത്. ഇത് സർവകാല റെക്കോർഡാണെന്ന് റബ്ബർ ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതോടെ റബ്ബർ മേഖലയിലെ പ്രശ്നം രൂക്ഷമാവുകയാണ് ചെയ്തത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോടികൾ നൽകുന്ന ടയർ ലോബിയെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പ്രധാന ആക്ഷേപം. ഈ തീരുമാനം എത്രയും വേഗം നടപ്പാകുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 27-ന് കേന്ദ്ര ധനമന്ത്രാലയത്തിലേക്ക് വാണിജ്യ വകുപ്പ് അയച്ച ഫയല് ഈ 6 മാസമായിട്ടും കേന്ദ്ര ധനമന്ത്രി ഒപ്പുവയ്ക്കാതിരിക്കുകയാണ്. ഈ ഒരൊറ്റ ഒപ്പ് ഉണ്ടെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ റബ്ബർ കർഷക പ്രതിസന്ധി മുഴുവൻ തീരുമെന്നുള്ളതാണ്. അർദ്ധവാർഷിക കണക്കെടുപ്പിന്റെ പേരിൽ റബ്ബർ കമ്പനികൾ ഇപ്പോൾ വിപണിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഇതോടെ റബ്ബർ വിലയിടിവ് ശക്തമായി. ഇത് കാരണം ചെറുകിട കച്ചവടക്കാരും റബ്ബർ സംഭരണം നിർത്തി. ചെറുകിട വ്യാപാരികളുടെ സംഭരണശാലകളിൽ ടൺ കണക്കിന് റബ്ബറുകളാണ് ഇതോടെ കെട്ടിക്കിടക്കുന്നത്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഗൗരവത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കാൻ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ മടിക്കുന്നതായും കർഷകർ ആക്ഷേപിക്കുന്നു. യു ഷൈജു, മീഡിയ